മാത്യു സാറിൻ്റെ ഈ കഥകളൊക്കെ കേട്ടപ്പോൾ ഒരു വലിയ ഇൻസ്പിറേഷനാണ്. ഞാനും കുട്ടിക്കാലത്ത് പഠിക്കുന്ന സമയത്ത് NCCയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴും എനിക്ക് ഒരു പട്ടാളക്കാരനാവണം എന്നുള്ള ആഗ്രഹമൊക്കെ എനിക്കുണ്ടായിരുന്നു. കരസേന അല്ലെങ്കിൽ എയർഫോഴ്സിൽ പോകണം എന്നൊക്കെ ആയിരുന്നു എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ഉശിരും ഒരു എന്താ പറയുക, ഒരു രക്തം തിളയ്ക്കുക എന്ന് പറയില്ലേ, അതുപോലത്തെ ഒരു വികാരമാണ് എനിക്ക് ഇദ്ദേഹത്തിൻ്റെ സ്റ്റോറി കേട്ടപ്പോൾ തോന്നിയത്. എനിക്ക് ചേച്ചിയോടാണ് ചോദിക്കാനുള്ളത്. ചേച്ചി എവിടെയായിരുന്നു ഈ വിവരം അറിയുമ്പോൾ? എന്തായിരുന്നു ആ ദിവസത്തെ? ഞാൻ നാട്ടിലായിരുന്നു. അപ്പൊ ഈ വിവരം അറിയിക്കണതും എങ്ങനെയാണ് ആ ഇൻസിഡന്റ്? അദ്ദേഹം കാശ്മീരിലെ രജോറി എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ ടീച്ചറായിരുന്നു. ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ്. അപ്പോൾ ഒരു ദിവസം ഞാൻ വീട്ടിലെത്തുന്ന സമയത്ത് വീട്ടിലെല്ലാവരും വളരെ സീരിയസ് മൂഡിലാണ്. അപ്പോൾ ഞാൻ എന്തോ ഒരു ബുക്ക് എടുത്തിട്ട് ഞാനിങ്ങനെ വായിക്കാൻ അങ്ങനെ കിടക്കുവാണ്. അപ്പോൾ ആരും എന്നോടൊന്നും ചോദിക്കുന്നില്ല. അല്ല, എൻ്റെ അമ്മ കുറച്ച് സമയം കഴിയുമ്പോൾ എന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നത്, നീ എഴുന്നേറ്റ് എന്തെങ്കിലും ചെയ്യുക, ഇങ്ങനെ കിടക്കരുതെന്നൊക്കെ പറഞ്ഞു. ഒന്നാമത് ഞാൻ പ്രഗ്നൻ്റ് ആണല്ലോ ആ സമയത്ത്. എന്നിട്ട് എല്ലാവരും വളരെ സൈലന്റ്. അത് കഴിഞ്ഞിട്ട് എന്നോട് എൻ്റെ നെയ്ബർ വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു അപകടം നടന്നിട്ടുണ്ട്, മാത്യുവിന് കാലിനാണ് പരിക്കുപറ്റിയിരിക്കുന്നത്, പേടിക്കാനൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു സാരമില്ല, കാലിനല്ലേ, അതൊന്നും പ്രശ്നമില്ല, ആർമിക്കാർക്ക് അതൊക്കെ ഓക്കെ സംഭവിക്കാം, കാലിനല്ലേ, പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു. അത് പിറ്റേ ദിവസം രാവിലെ തന്നെ എൻ്റെ അമ്മ ന്യൂസ് പേപ്പറൊക്കെ ഒളിപ്പിച്ച് വെച്ചു. ന്യൂസ് പേപ്പർ ഒന്നും കാണുന്നില്ല. അപ്പോൾ പിന്നീട് എനിക്ക് എന്തോ സംശയം തന്നെ. എല്ലാവരും ഇതുപോലെ സൂചന തരാറുണ്ട്, എന്തും സംഭവിക്കാം, പേടിക്കൊന്നും വേണ്ട, അങ്ങനെയൊക്കെ പറയും. മാത്യു എപ്പോഴും പറയും, ഞാൻ എന്തോ ഒരിക്കലും സ്വപ്നം കണ്ടിട്ട് എന്തോ ഇങ്ങനെ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ മാത്രം ഒറ്റയ്ക്കൊന്നും അല്ലല്ലോ അവിടെ, ഞങ്ങൾ പട്ടാളക്കാര് ഒരു ഗ്രൂപ്പ് ഉണ്ട് അവിടെ, അവർക്ക് എല്ലാവർക്കും ഉണ്ട് കുടുംബം, അങ്ങനെ നീ സെൽഫിഷ് ആയിട്ട് നിന്നെ പറ്റി മാത്രം ചിന്തിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയായിരുന്നു എന്നോട് പറഞ്ഞിരുന്നത്. അങ്ങനെയാണ് ഞാൻ അറിയുന്നത്. പിറ്റേ ദിവസം എൻ്റെ ബന്ധുക്കൾ ആരോ വന്നിട്ട് പറഞ്ഞു, തലയ്ക്കാണ് പരിക്കേറ്റത്, പക്ഷെ എന്നാലും സാരമില്ല, റിക്കവേർഡ് ആവും എന്നുള്ള ഒരു ഇതായിരുന്നു. പിന്നീട് 1-2 ദിവസത്തിന് ശേഷം ആരോ എന്നോട് പറഞ്ഞു, കുറച്ച് സീരിയസ് തന്നെയാണ്, ചിലപ്പം എൻ്റെ ബ്രദേഴ്സൊക്കെ എയർഫോഴ്സിലായിരുന്നു, അവർ രണ്ടാളും അവിടെ എത്തി. അപ്പോൾ അവർ എന്നിട്ട് എൻ്റെ അമ്മയോട് പറഞ്ഞു, മാത്യു വളരെ സീരിയസ് കണ്ടീഷനാണ്, തിരിച്ചു വരുമെന്ന് തോന്നുന്നില്ല, എന്നിട്ട് എന്തായാലും അവളോട് വേഗം വരാൻ പറ, ഒന്ന് മരിക്കുന്നതിന് മുമ്പ് കാണട്ടെ എന്ന് പറഞ്ഞു. കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായിരുന്നു? കല്യാണം കഴിഞ്ഞിട്ട് 2.5 വർഷമായിരുന്നു. പക്ഷെ പോസ്റ്റിംഗ് ഫീൽഡിലായതുകൊണ്ട് നമ്മൾ അവിടെ ഫാമിലി അല്ല, അവിടെ അല്ല. അപ്പം ഞാനിവിടെയും മാത്യു അവിടെയാണ്. അപ്പം ഇടയ്ക്ക് ഇങ്ങനെ വന്നു പോവുക, അത്ര തന്നെ, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു സമയത്ത് എല്ലാവരും ഇങ്ങനെ പറഞ്ഞു, മാത്യു മരിക്കുന്നതിന് മുമ്പ് വരിക എന്നെല്ലാം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല, മാത്യുവിന് മരിക്കാനൊന്നും ആവില്ല എന്ന് പറഞ്ഞു. ഇപ്പം എനിക്ക് അങ്ങനെ ഒരു എനിക്ക് ആ വിശ്വാസമായിരുന്നു. ഞാൻ പറഞ്ഞു, മാത്യു എന്താണെങ്കിലും ഇപ്പം മരിക്കില്ല, മാത്യു മരിക്കൊന്നുമില്ല, അത് സമയമുണ്ട്, ഞാൻ സാവധാനം പോയാലും പ്രശ്നമൊന്നുമില്ല. എൻ്റെ ഉള്ളിലൊരു തോന്നലാണ്. പക്ഷെ അവിടെ ചെന്ന് കണ്ടീഷനൊക്കെ കണ്ടപ്പോൾ വളരെ മോശമായിരുന്നു. എന്തായാലും ദൈവത്തിലുള്ള വിശ്വാസം അത് തന്നെയാണ് എന്നെ ഇന്നും അന്നും മുന്നോട്ട് നടത്തിയത്. അതൊരു പട്ടാളക്കാരന്റെ ഭാര്യയുടെ ഒരു വലിയ ധൈര്യമായിട്ട് കാണാം. തീർച്ചയായിട്ടും, അതെ അതെ, റിയലി ഗ്രേറ്റ് അല്ലേ. ഞാൻ ദൈവത്തിൽ പൂർണ്ണമായും വിശ്വസിക്കുന്നു. കാരണം നമുക്ക് എല്ലാവരുടെയും ജീവിതത്തിൽ പ്രതിസന്ധികളും വിഷമങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ടാവും. പക്ഷെ നമുക്ക് തരണം ചെയ്യണമെങ്കിൽ നമ്മളെ മുന്നോട്ട് നടത്തുന്ന ഒരു ശക്തിയുണ്ട് എന്ന് വിശ്വസിച്ചാൽ മാത്രമേ നമുക്കതിനെ അതിജീവിക്കാൻ സാധിക്കൂ. പിന്നെ എപ്പോഴാണ് അദ്ദേഹത്തെ കാണുന്നത്? ഞാൻ ഒരാഴ്ച ആയിട്ടുണ്ടാവുക. ഒരാഴ്ച നമുക്ക് കുറച്ച് ഇവിടുന്നൊക്കെയുള്ള യാത്രയൊക്കെ അറേഞ്ച് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, അങ്ങനെയൊക്കെ കാര്യങ്ങൾ. ഞാനും മാത്യുവിൻ്റെ ബ്രദറും കൂടെയാണ് അവിടെ എത്തിയത്. അപ്പോൾ അത് ICUലാണ്, വെന്റിലേറ്ററിൻ്റെ സഹായത്തോടെയാണ് ഇത് ജീവൻ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മറ്റ് ഒന്നുമില്ല, എന്താ പറയുക, വെജിറ്റബിൾ സ്റ്റേജ് എന്നൊക്കെ പറയുന്ന പോലെ ആരെ അറിയുന്നില്ല, ഒന്നുമില്ല, എന്നൊരവസ്ഥയിലായിരുന്നു. പിന്നെ 1 മാസമൊക്കെ കഴിഞ്ഞാണ് അദ്ദേഹം പതുക്കെ കണ്ണ് തുറക്കുന്നത് തന്നെ, കണ്ണ് തുറക്കുന്നത്, കൈയൊക്കെ ചെറുതായിട്ട് ചലിപ്പിക്കുന്നത്. പിന്നെ പതുക്കെ പ്രതീക്ഷയായി ജീവിതത്തിലേക്ക് തിരിച്ചു വരും എന്നുള്ള, അങ്ങനെയൊക്കെ. മോന് ഇങ്ങനെ ഉള്ള ആഗ്രഹങ്ങളുണ്ടോ, പട്ടാളത്തിൽ വരണമെന്നോ അങ്ങനെ എന്തെങ്കിലും? പിന്നെ അങ്ങനെ ഉറപ്പിച്ച് പറഞ്ഞിട്ടൊന്നുമില്ല. ശരി. കാരണം ഇതിനു മുമ്പ് ഒരു സീസണിൽ ഇതുപോലെ ഒരു ഉദ്യോഗസ്ഥൻ വന്നു, അദ്ദേഹം മരിച്ചുപോയിരുന്നു, അതിൻ്റെ ഫാമിലി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മോന് ഭയങ്കര വാശിയായിരുന്നു, വീണ്ടും പട്ടാളത്തിൽ ചേരണം, അവർക്കെതിരെ യുദ്ധം ചെയ്യണം എന്നുള്ള രീതിയിൽ ഒരു വാശി. അവൻ ഇത്രയധികം നല്ല ഡിസിപ്ലിനുള്ള ലൈഫാണല്ലോ ആർമിയിലെ, ഹാർഡ് വർക്ക്, ഡിസിപ്ലിന്, അതൊക്കെ എനിക്ക് ഇത്ര കാലമായിട്ടും, ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് 25 വർഷം കഴിഞ്ഞിട്ട് ഇപ്പം ഡിസംബറിൽ പൂർത്തിയായി, എനിക്ക് മാത്യുവിന്റെ ഡിസിപ്ലിനെ ഒന്നും ഇപ്പോഴും എത്തിപ്പിടിക്കാൻ പറ്റിയിട്ടില്ല. അത്രയും എൻ്റെ മോനും കുറച്ച് എന്നെ പോലെയൊക്കെ തന്നെയാണ്. മാത്യു സാറിന്റെ ആ പോരാട്ടം, ആ സമർപ്പണം, ആ ത്യാഗം, നമ്മുടെ രാജ്യം അദ്ദേഹത്തിന്
ശൗര്യചക്ര പുരസ്കാരം നൽകി ആദരിച്ചിട്ടുണ്ട്. അത് 2004 അതിപ്പോൾ ഓർക്കുകയാണ് ഈ നിമിഷത്തിൽ. എനിക്ക് സല്യൂട്ട് ചെയ്യാനൊന്നും അറിഞ്ഞുകൂടാ. എനിക്ക് അറിയാവുന്ന രീതിയിൽ ഒരു ബിഗ് ഞങ്ങളും അതെ നമ്മളെല്ലാവരുടെയും 2003 മാത്യുവിന് പരിക്കേൽക്കുകയും ഇത്രയും ഏകദേശം 80% ഡിസേബിൾഡ് ആവുകയും ചെയ്തു. അപ്പോഴാണ് ആർമിയിൽ 2 ഓപ്ഷനുണ്ട്. ഒന്നെങ്കിൽ പുറത്തു പോവാം, അല്ലെങ്കിൽ സർവീസിൽ തുടരാം. അപ്പം മാത്യു പറഞ്ഞു എന്തായാലും ഞാൻ സർവീസിൽ നിന്ന്, കുറേ ആളുകൾ പറഞ്ഞു സർവീസിൽ നിന്ന് പോകുന്നതായിരിക്കും നല്ലത്. പക്ഷെ മാത്യു എപ്പോഴും പറഞ്ഞു എനിക്ക് എൻ്റെ യൂണിറ്റിനോടൊപ്പം തന്നെ കണ്ടിന്യൂ ചെയ്യാനാണ് താല്പര്യം എന്ന് പറഞ്ഞിട്ട് ഫുൾ സർവീസ് 2025 മെയ് 30 ഇപ്പോൾ റിട്ടയർ ആയിട്ടേ ഉള്ളൂ. അതുവരെ അദ്ദേഹം പല ഭാഗത്ത്, നാടിൻ്റെ പല ഭാഗത്ത് സഞ്ചരിച്ച് സർവീസ് പൂർത്തിയാക്കുകയും എല്ലാ പരിപാടികളിലും. ഇപ്പോൾ ഞാൻ പറഞ്ഞത് വളരെ കുറച്ച് കാലത്തേക്ക് മാത്രമാണ് മാത്യുവിനെ ഞാൻ അങ്ങനെയൊക്കെ കെയർ ചെയ്തിട്ടുള്ളൂ. പിന്നീട് മാത്യു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരാളാണ്. ഇപ്പോൾ ഒരു സഹായം പൊതുവെ ആരോടും ചോദിക്കുന്നൊന്നും ഇഷ്ടമില്ല. എല്ലാ കാര്യങ്ങളും സ്വന്തം ചെയ്യണം എന്നുള്ള വാശി പോലെ അദ്ദേഹം ചെയ്യാറുണ്ട്. എനിക്ക് അത്രയധികം ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ആർമിയിൽ നിന്നുള്ള സപ്പോർട്ട് നമുക്ക് പറഞ്ഞ് നന്ദി പറയാൻ പറ്റാത്ത അധികം സേവനങ്ങൾ ഞങ്ങളുടെ യൂണിറ്റ് 3 റെജിമെൻ്റ് തന്നിട്ടുണ്ട്. ആ യൂണിറ്റിനും ഞങ്ങൾ ഈ സമയം ഈ ഫ്ലോറിൽ വെച്ചിട്ട് 3 റെജിമെൻറ്റിന് ഒരു നന്ദി അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ബാക്കി എല്ലാവർക്കും ഒരുപാട് സുഹൃത്തുക്കൾ, ആർമി സുഹൃത്തുക്കൾ അല്ലാത്തവർ എല്ലാം, എനിക്കിതുവരെ ജീവിതത്തിൽ അങ്ങനെ വളരെയധികം ബുദ്ധിമുട്ടേണ്ട ഒരു ആവശ്യം ഉണ്ടായിട്ടില്ല. കാരണം ആരെങ്കിലും ആയിട്ട് എപ്പോഴും സഹായിക്കാൻ ഉണ്ടായിട്ടുണ്ട്. അത് ഞങ്ങളുടെ അവകാശവും അവരുടെ കടമയൊക്കെ ആയി എല്ലാവരും കണക്കാക്കുന്നുണ്ടാവാം. അതുകൊണ്ട് അങ്ങനെയൊക്കെയാണ് എൻ്റെ ജീവിതം. ഞങ്ങൾ ഇത്ര കാലം പോയത്, ഇനിയുള്ള കാലവും അങ്ങനെ തന്നെ പോകുമെന്ന് വിചാരിക്കും. ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, വൺസ് എ സോൾജർ വിൽ ബി എ സോൾജർ ഫോർ ദി എൻറ്റയർ ലൈഫ്. അതായത് നമ്മൾ ഫുൾ കാഴ്ചപ്പാടുള്ള സോൾജറായിട്ട് തന്നെ ആയിരിക്കും എന്ന് ഞാൻ തീർച്ചയായും കേട്ടിട്ടുണ്ട്. മാത്യുവിൻ്റെ കാര്യത്തിൽ 100% മാത്യു അന്നും എന്നും അതേ ഫൈറ്റിംഗ് സ്പിരിറ്റുള്ള ആൾ തന്നെയാണ്. ഇപ്പോൾ മാത്യു തൻ്റെ ഫിസിക്കൽ ഡിസബിലിറ്റിയോടാണ് പോരാടുന്നു. അന്ന് കാശ്മീരിൽ തീവ്രവാദികളോട് പോരാടി എന്നേ ഉള്ളൂ വ്യത്യാസം. അദ്ദേഹം അന്നും ഇന്നും എപ്പോഴും ഒരു സോൾജിയർ തന്നെ. അതെ, തീർച്ചയായിട്ടും. ഇവിടെയുള്ള എല്ലാ ജവാന്മാരും അതേ പോളിസി ആയിരിക്കും. വൺസ് എ സോൾജർ യു ആർ ഓൾവേസ് എ സോൾജർ ഫോർ ദി എൻറ്റയർ ലൈഫ്. റിട്ടയർ ആയാലും അല്ലെ, യു ആർ ഓൾവേസ് റെഡി ടു സെർവ്. മാത്യു സാറിന് കുട്ടിക്കാലത്ത് തന്നെ ഈ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, സോൾജർ ആവണം? ഓഫീസറാണുള്ളൊരു തീരുമാനം അത് പണ്ടേ ഉണ്ടായിരുന്നു. അല്ല, ഒരാളുടെ വ്യക്തിത്വം അങ്ങനെ ആരെങ്കിലും ഇൻസ്പയർ ചെയ്തിട്ടാണോ? അത് പഠിക്കുന്ന കാലത്ത് ഒരു ഒരു NCC ഉണ്ടായിരുന്ന ഒരു TV ഗംഗാധരൻ സാർ മരിച്ചുപോയി. അവൻ്റെ ഇത് അനുസരിച്ചാണ് ഞാൻ പോയത്.